ഇനി കാർഷിക വാർത്തകൾ. കുരുമുളക് വിലയിൽ ഇടിവ്, തുടർച്ചയായ റെക്കോർഡുമായി നാളികേരോൽപ്പന്നങ്ങൾ. റബ്ബർ വില കുറഞ്ഞു. ഉത്തരേന്ത്യൻ വ്യവസായികൾ കുരുമുളകിന്റെ റെക്കോർഡ് വിലക്കയറ്റം കണ്ട് ചരക്ക് സംഭരണം അല്പം കുറച്ചത് ഉൽപ്പന്ന വില ക്വിന്റലിന് 200 രൂപ കുറയാനിടയാക്കി. ദക്ഷിണേന്ത്യയിലെ വൻകിട തോട്ട ഉടമകൾ സ്റ്റോക്കുള്ള കുരുമുളക് കാര്യമായി വിൽപ്പനയ്ക്കിറക്കിയിട്ടില്ല. അതേസമയം ചെറുകിട കർഷകരും മധ്യവർത്തികളും റെക്കോർഡ് വിലയുടെ മാധുര്യം നുകരാൻ ശ്രമം നടത്തി. കൊച്ചിയിൽ മൊത്തം 59 ടൺ മുളക് വിൽപ്പനയ്ക്കെത്തി. ഉത്തരേന്ത്യയിൽ ഉത്സവ സീസൺ വേളയിൽ കൂടുതൽ ആകർഷകമായ വിലയ്ക്ക് അവസരം ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഒരു വിഭാഗം സ്റ്റോക്കിസ്റ്റുകൾ. അൺഗാർബിൾഡ് 71,900 രൂപ. നാളികേരോൽപ്പന്നങ്ങളുടെ വില വീണ്ടും വർദ്ധിച്ച പുതിയ റെക്കോർഡിലെത്തി. തമിഴ്നാട്ടിൽ കൊപ്ര ലഭ്യത മില്ലുകളുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ല. അവിടെ കൊപ്ര ക്വിന്റലിന് 18,475 രൂപയായി കയറി. കൊച്ചിയിൽ വില 17,900 രൂപയാണ്. തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ വില ക്വിന്റലിന് 200 രൂപ വർദ്ധിച്ചു. കൊച്ചിയിൽ 100 രൂപയുടെ മികവിൽ 26,900 രൂപയായി. തായ്ലൻഡിൽ റബ്ബർ വില അല്പം കുറഞ്ഞിട്ടും പുതിയ വാങ്ങലുകൾക്ക് ടയർ നിർമ്മാതാക്കൾ താൽപര്യം കാണിച്ചില്ല. ജപ്പാൻ റബ്ബർ അവധി വിലകൾ നേരിയ തോതിൽ ചാഞ്ചാടിയതിനാൽ ഇതര വിപണികളിലും വിലയിൽ കാര്യമായ മാറ്റം സംഭവിച്ചില്ല. പല രാജ്യങ്ങളും ടാപ്പിംഗ് സീസണിന് ഒരുങ്ങുകയാണ്. അടുത്ത മാസം മുതൽ റബ്ബർ ടാപ്പിംഗ് ഊർജിതമാകുമെന്നും വിലക്കയറ്റത്തിന് തടസ്സമാവും. സംസ്ഥാനത്ത് വേനൽ മഴ സജീവമായി. ഉൽപാദന മേഖലകളിൽ തുടർമഴ ലഭിച്ചാൽ റബ്ബർ ടാപ്പിംഗിന് ചെറുകിട കർഷകർ നീക്കം തുടങ്ങും. 4ാം ഗ്രേഡ് 19,800 രൂപയിൽ വിപണനം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബ്രിക്സ് രാജ്യങ്ങളുടെ സഹകരണത്തിലൂടെ ഇറാനും ബ്രസീലും കാർഷിക വ്യാപാരം പ്രോത്സാഹിപ്പിക്കും. ഇരു രാജ്യപ്രതിനിധികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ കാർഷിക പ്രശ്നങ്ങളും ചർച്ച ചെയ്തു. ഉണക്കപ്പഴങ്ങൾ, കിവി, മാതളനാരങ്ങ, ആപ്പിൾ, മത്സ്യവിഭവമായ കവിയാർ തുടങ്ങിയവയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് ഇറാനും ബ്രസീലും തമ്മിൽ കൈകോർക്കുന്നു. 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട കൃഷിമന്ത്രിമാരുടെ യോഗത്തിലാണ് തീരുമാനം. ബ്രസീലിൽ നടന്ന യോഗത്തിൽ ഇറാനിയൻ കൃഷിമന്ത്രിയും പങ്കെടുത്തിരുന്നു. ഇറാനും ബ്രസീലും തമ്മിലുള്ള കാർഷിക വ്യാപാരം $7 ബില്യൺ. ഈ വർഷം ജൂൺ 6 മുതൽ ജൂലൈ 7 വരെ നടക്കുന്ന ബ്രിക്സ് യോഗത്തിൽ ബ്രസീലാണ് ആതിഥേയത്വം വഹിക്കുക. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥകൾ ഉൾപ്പെടുന്നതാണ് ബ്രിക്സ്. ഇത് ആഗോള ജനസംഖ്യയുടെ ഏകദേശം 50%, ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 1/3 പ്രതിനിധീകരിക്കുന്നു. ബ്രിക്സ് രാജ്യങ്ങൾ ഏകദേശം $160 ബില്യൺ കാർഷിക ഇടപാടുകളിൽ ഏർപ്പെടുന്നുണ്ടെന്നും ഇതിൽ ഇറാന്റെ പങ്ക് $13 ബില്യൺ ആണെന്നുമാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. താങ്ങുവിലയിൽ നാഫെഡ് 1.76 ലക്ഷം ടൺ കടുക് സംഭരിച്ചു. കൂടുതൽ സംഭരണം നടന്നത് ഹരിയാനയിൽ. നടപ്പ് റാബി സീസണിൽ ഈ മാസം 20 വരെ ക്വിന്റലിന് 5,950 രൂപ അടിസ്ഥാന താങ്ങുവിലയ്ക്കാണ് 1.79 ലക്ഷം ടണ്ണിലധികം കടുക് നാഫെഡ് സംഭരിച്ചത്. ഹരിയാനയിൽ നിന്നാണ് കൂടുതൽ സംഭരിച്ചത്. 1.61 ലക്ഷം ടണ്ണിലധികം കടുകാണ് നാഫെഡ് ഹരിയാനയിൽ നിന്ന് മാത്രം സംഭരിച്ചത്. മധ്യപ്രദേശിൽ 11,743 ടണ്ണിലധികം കടുക് അടിസ്ഥാന താങ്ങുവിലയിൽ വാങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കടുക് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമായ രാജസ്ഥാനിൽ നിന്ന് കിട്ടിയത് 5,893 ടണ്ണാണ്. അസമിൽ നാഫെഡ് ഏകദേശം 1,044 ടണ്ണും ഉത്തർപ്രദേശിൽ നിന്ന് ഏകദേശം 16.3 ടണ്ണും സംഭരിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗ്രാമീണ യുവാക്കൾ നഗരങ്ങളിലേക്ക് കുടിയേറുന്നത് തടയാൻ കാർഷിക വളർച്ച കൈവരിക്കണമെന്ന് നിതിൻ ഗഡ്കരി. മുള ഉൽപ്പന്നങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യുവാക്കൾ ഗ്രാമങ്ങൾ വിട്ടുപോകുന്നത് തടയുന്നതിന് കാർഷിക മേഖലയുടെ മുന്നേറ്റത്തിനോടൊപ്പം വാങ്ങൽ ശേഷിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. കാർഷിക വിളകൾക്കുള്ള സർക്കാരിന്റെ അടിസ്ഥാന താങ്ങുവില നിലവിൽ വിപണി വിലയേക്കാൾ വളരെ ഉയർന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രാമീണ യുവാക്കൾ മെട്രോ നഗരങ്ങളിലേക്ക് കുടിയേറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്ക് ഗ്രാമീണ ജനതയുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. ഇത് യുവാക്കളെ ഗ്രാമം വിടുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്യും. രാജ്യത്ത് മുള ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയും ഗഡ്കരി ചൂണ്ടിക്കാട്ടി. മുളയ്ക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഗ്രാമവികസനത്തിന് സംഭാവന നൽകാനും കഴിയുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഗുണമേന്മ പരിശോധന ശക്തമാക്കി ഇന്തോനേഷ്യ. നിലക്കടലയിലും ഗോതമ്പിലും ഫംഗസ് ബാധയുള്ളതായി സംശയത്തെ തുടർന്നാണ് ഈ പദ്ധതി. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന നിലക്കടലയിലും ഗോതമ്പിലും ഉയർന്ന അഫ്ലാടോക്സിൻ അളവുണ്ടോയെന്ന് നിരീക്ഷിക്കുന്നത് ഇന്തോനേഷ്യ കർശനമാക്കി. കാർഷിക ഉൽപ്പന്നങ്ങളിൽ പരിശോധന നടത്താൻ ഇന്തോനേഷ്യൻ ക്വാറന്റൈൻ അതോറിറ്റി ഏപ്രിൽ പകുതിയോടെ 17 ഭക്ഷ്യപരിശോധനാ ലാബുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. നിലക്കടല അടക്കമുള്ളവയുടെ ഇറക്കുമതി നടപടിക്രമങ്ങൾ കർശനമായി പാലിക്കാൻ അംഗീകൃത ലബോറട്ടറികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്.
കീടനാശിനി അവശിഷ്ടങ്ങൾ, ഘനലോഹാംശങ്ങൾ, ഇറക്കുമതിക്കുള്ള മൈക്രോബയോളജിക്കൽ പാരാമീറ്ററുകൾ തുടങ്ങിയവയ്ക്ക് പുറമെ ഇന്തോനേഷ്യ നിശ്ചയിച്ചിട്ടുള്ള പരമാവധി അഫ്ലാടോക്സിൻ അളവ് എന്നിവയും ലബോറട്ടറികൾ പാലിക്കണമെന്നാണ് നിർദ്ദേശം. ഇന്തോനേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ മൊത്തം വാർഷിക കയറ്റുമതിയുടെ 1/5 കാർഷിക ഉൽപ്പന്നങ്ങളാണ്. ഇവയുടെ മൂല്യം ഏതാണ്ട് $5 ബില്യൺ വരും. ഇന്തോനേഷ്യയിലേക്കുള്ള മൊത്തം കാർഷിക കയറ്റുമതിയുടെ 1/4 ഭാഗവും നിലക്കടല ഉൾപ്പെടെയുള്ള എണ്ണക്കുരുക്കളാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ ഏറ്റവും വലിയ കാർഷിക സംരംഭമായ സമുന്നതിയിൽ പുതിയ FPO പങ്കാളിത്ത മാതൃക. ആന്ധ്രയിലെ ആദിവാസി കർഷക സംഘടനയുമായാണ് പങ്കാളിത്തം. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണ് ഈ നീക്കം. വിപണികളുമായുള്ള കർഷക ഉൽപാദക സംഘടനകളുടെ ഇടപെടലിൽ മാറ്റം വരുത്തുക, ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുക, ദീർഘകാല മൂല്യം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഒരു പുതിയ FPO പങ്കാളിത്ത മാതൃക. പരമ്പരാഗത വായ്പാ സമീപനങ്ങളിൽ കൂടുതൽ മാറ്റങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആദിവാസി FPOയായ മാത്തോട്ട ട്രൈബൽ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് പ്രൊഡ്യൂസർ കമ്പനിയുമായിട്ടാണ് പുതിയ സംരംഭം ആരംഭിച്ചത്. കാപ്പി, മഞ്ഞൾ, കുരുമുളക് എന്നിവയിൽ വൈദഗ്ധ്യം നേടിയ മാത്തോട്ട FPC നേരിട്ടുള്ള സംഭരണം, സംസ്കരണം, വിൽപ്പന എന്നിവ ഉൾപ്പെടുന്ന പുതിയ മാതൃക സ്വീകരിച്ച ആദ്യ സ്ഥാപനമായി മാറി. ഈ സംരംഭം 4.5 കോടി മൂല്യമുള്ള സംഭരണവും വിൽപ്പനയും നേടിയിട്ടുണ്ട്. ആദിവാസി കർഷകർക്ക് ലാഭം ഏക്കറിന് 10 മുതൽ 15% ഉയരും. മെച്ചപ്പെട്ട വില നിർണ്ണയം, ദുരിതബാധിത വിൽപ്പന കുറയ്ക്കൽ, സുതാര്യവും സമയബന്ധിതവുമായ പണമടയ്ക്കലുകൾ എന്നിവയാണ് നേട്ടങ്ങൾക്കിടയാക്കിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 198, RSS 5 195, ലാറ്റക്സ് 141, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2250 വരെ, ഗ്രാമ്പു 850, അടയ്ക്ക 280, കാപ്പിക്കുരു 270, കൊക്കോ പരിപ്പ് 350, കുരുമുളക് ഗാർബിൾ 73,900, കുരുമുളക് അൺഗാർബിൾ 71,900, ഏലക്ക 2,450 മുതൽ 2,550 വരെ, വെളിച്ചെണ്ണ 26,700, കൊപ്ര 18,400, ചുക്ക് 22,500.